പാഠം 1084 ഒരു ഒളിഞ്ഞ നോട്ടത്തിന്റെ കഥ. ഹലോ, അതെ, കെ മോഹനേഷ് സാറാണ്. നമസ്കാരം സാർ. എത്ര നാളെ ഇങ്ങോട്ട് വിളിച്ചിട്ട്? ഇങ്ങോട്ടോ? അത് ശരി. അതിനെന്താ സാർ, ഞായറാഴ്ച ആയത് സൗകര്യമായി. ഞാനും ഭാമ ഇവിടെ തന്നെ ഉണ്ടാവും. രാവിലെ 10 മണിക്കോ? ശരി ശരി. എന്തായാലും സാർ ഇങ്ങോട്ട് വിളിച്ച ഭാഗ്യമായി. ഞാനും സാറിനൊന്ന് അങ്ങോട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ശരി സാർ. ഭാമേ, വിളിച്ചായിരുന്നെന്ന് മനസ്സിലായോ? ഞാൻ എങ്ങനെ അറിയാനാ മോഹനേട്ടാ? മോഹനേട്ടല്ലേ സംസാരിച്ചത്. എന്നാലും നീ ഒന്ന് ഊഹിച്ച് പറയേ. എന്തിന്? മോഹനേട്ട വലിയൊരു വില്ലേജ് ഓഫീസർ അല്ലേ? ഒരു വില്ലേജ് ഓഫീസറെ പലരും വിളിക്കും. അതൊക്കെ ഊഹിച്ച് പറയല്ലല്ലോ എന്റെ പണി. അല്ല, നീ എത്ര ഊഹിച്ചു നോക്കിയിട്ടും കാര്യമില്ല. കാരണം നിനക്കൊരിക്കലും പറയാൻ പറ്റാത്ത ആളാണ് പി വിളിച്ചത്. അതിന് ഞാൻ ഊഹിക്കുന്നില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? അതാരെ ഈ നേരത്ത് വരുന്നത്? സിദ്ധാർത്ഥൻ സാറെന്ന് പറയുമ്പോ അവളൊന്ന് ഞെട്ടും. പങ്കജാക്ഷ സാറായിരുന്നോ? എന്തൊക്കെയുണ്ട് സാർ വിശേഷം? എന്താ പങ്കജാക്ഷ സാർ ഒന്ന് വിളിക്കുപോലും ചെയ്യാതെ? എന്തു പറ്റി? സത്യഭാമ എന്തെങ്കിലും തിരക്കിലായിരുന്നോ? അല്ലല്ല, സാധാരണ എന്ത് കാര്യത്തിലും സാർ ആദ്യം ഒന്ന് വിളിച്ചു പറയുമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വരൂ സാർ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, പോയിട്ട് തിരക്കുണ്ട്. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ചാക്കോച്ചൻ സാറിനെ ഒന്ന് കാണാൻ പോയതാ. തിരിച്ച് ഇതുവഴി വന്നപ്പോഴാ സത്യഭാമയുടെ കാര്യം ഓർത്തത്. സത്യഭാമയെ കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താ സാർ? സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പ് ഉണ്ടായിരുന്നു. അടുത്ത ഞായറാഴ്ച സ്കൂളിൽ വെച്ച്. ആ ക്യാമ്പിൽ MLA-യും CA ചാക്കോച്ചൻ സാറും ഉണ്ടാവും. സത്യഭാമ കൂടി നിർബന്ധമായും ക്യാമ്പിൽ വന്ന് കുട്ടികളോടൊന്ന് സംസാരിക്കണം. അതിനെന്താ സാർ, ഞാൻ ഉറപ്പായിട്ടും വരാം. ഞായറാഴ്ചയല്ലേ, എനിക്ക് വേറെ തിരക്കുകളൊന്നുമില്ല. എത്ര മണിക്കാ സാർ? രാവിലെ 10 മുതൽ വൈകിട്ട് വരെയാ ക്യാമ്പ്. സത്യഭാമ രാവിലെ 10 മുതൽ 1 മണി വരെ ഉണ്ടായാൽ മതി. ഉറപ്പായിട്ട് വരാം സാർ. സാറായിരുന്നോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സത്യഭാമയൊന്ന് കാണാമെന്നോ. ഞങ്ങളുടെ സ്കൂളിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതിൽ സത്യഭാമയൊന്ന് വന്ന് സംസാരിക്കണമെന്ന് പറയാനാ. അല്ല, മോഹനേഷനെയും വിളിക്കേണ്ടതാ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ലഹരിയും ഉപയോഗിക്കാത്ത ആളല്ലേ. മോഹനകൃഷ്ണനെ പോലുള്ളവരാ കുട്ടികൾക്ക് മാതൃകയാകേണ്ടത്. പിന്നെ MLA-യും സർക്കിൾ ഇൻസ്പെക്ടറും വരുന്നുണ്ട്. ഇനി ഒരു വക്കീലിനെ കൂടിയാ വേണ്ടത്. അതുകൊണ്ടാ മോഹനകൃഷ്ണനെ ക്ഷണിക്കാത്തത്. അടുത്ത ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ ആ പരിപാടി. അതൊന്ന് സത്യഭാമയോട് പറഞ്ഞ് ക്ഷണിക്കാൻ വന്നതാ. ഞായറാഴ്ചയാണല്ലോ സൗകര്യം. കുട്ടികൾക്ക് അവധിക്കാലമാണെങ്കിലും ഞായറാഴ്ച ഒഴിച്ച് മറ്റു ദിവസങ്ങൾ പ്രശ്നമാണ് അല്ലേ? എന്തായാലും എന്നെ വിളിച്ചാൽ നന്ദിയുണ്ട് സാർ. കൃത്യം 10 മണിക്ക് തന്നെ ഞാൻ എത്തിയിരിക്കും. സാർ, ഇത്തരം പരിപാടികളിൽ ഈ വക്കീലന്മാരൊക്കെ വിളിക്കേണ്ട കാര്യം എന്താണ്? ലഹരിയെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അല്ലേ സംസാരിക്കേണ്ടത്? മോനേഷ, ലഹരിയുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും കുട്ടികൾക്ക് അറിയണമല്ലോ. അതുകൊണ്ടാ വിളിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി മുതിർന്ന ഏതെങ്കിലും വക്കീലന്മാരെ വിളിക്കുന്നതല്ലേ നല്ലത്? മുതിർന്നതുകൊണ്ട് വിശേഷിച്ച് കാര്യമൊന്നുമില്ല മോഹനേഷ. നിയമം അറിയില്ലേ വേണ്ടത്. സത്യഭാമ ആള് മിടുക്കിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ മോഹനകൃഷ്ണൻ പറയുന്ന പോലെ വലിയ പേരുള്ള വക്കീലന്മാരെ വിളിച്ചാ അവർ കാശ് ചോദിക്കും, വണ്ടി അയക്കേണ്ടി വരും. അതിനൊന്നും നിവൃത്തിയില്ല. പ്രശ്നമെന്ന് വെച്ചാല് ഈ രാവിലെ 10 മുതൽ 1 വരെ എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷമാക്കാൻ പറ്റുമോ? അതെങ്ങനെ പറ്റും? MLA-യും CA ഒക്കെ സമയം തന്നു കഴിഞ്ഞല്ലേ. ഞാൻ വരട്ടെ. ഇതാകെ കുഴപ്പമല്ലോ. സിദ്ധാർത്ഥ സാർ വരുമ്പോ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഉടനെ ചാടി കയറി സമ്മതിക്കേണ്ട കാര്യം എന്താണ്?
ഞായറാഴ്ച സ്കൂളിലെ പരിപാടിക്ക് ചെല്ലാമെന്ന് നീ പങ്കജാക്ഷ സാറിനോട് സമ്മതിച്ച് ആരോട് ചോദിച്ചിട്ടാ? എന്ന് വെച്ചാ ഞാൻ നിന്റെ ഭർത്താവാണ്, എന്നോട് ചോദിക്കാതെ നീ എന്തിനു സമ്മതിച്ചു? അത് കൊള്ളാം. പങ്കജാക്ഷ സാറുമായിട്ട് എനിക്കുള്ളതിനെക്കാട്ടിലും അടുപ്പം മോഹനേട്ടനല്ലേ? എപ്പോഴും പങ്കജാക്ഷ സാറിനെ പറ്റി വലിയ വർത്താനം പറയാറുണ്ട്. അങ്ങനെ ഒരാൾ ഇവിടെ വന്നൊരു കാര്യം പറയുമ്പോ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനായിരിക്കും ചിലപ്പോ വഴക്കിന് വരിക. പങ്കജാക്ഷ സാർ നല്ല മനുഷ്യനൊക്കെ ആയിരിക്കും, പക്ഷേ ഈ ഞായറാഴ്ചത്തെ പരിപാടിക്ക് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് എന്തിനാ മോഹനേട്ടാ? സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ലഹരിക്കെതിരായിട്ടുള്ളതല്ലേ? മോഹനേട്ടനാണെങ്കിൽ പങ്കജാക്ഷ സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഇന്ന് വരെ ലഹരി ഉപയോഗിക്കാത്ത ആളും. മറ്റുള്ളവരെ ലഹരിക്കെതിരെ ബോധവൽക്കരിക്കാൻ മോഹനേട്ടന്റെ ഭാര്യയായി ഞാൻ പോയ പിന്നെ ആര് പോകും? ലഹരിക്കെതിരെ അങ്ങനെ ബോധവൽക്കരിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ബോധവൽക്കരണം കൊണ്ട് ഇതുവരെ ആരെങ്കിലും ലഹരി ഉപയോഗിക്കരുന്നുണ്ടോ? ഉണ്ടോ? ലഹരിക്കെതിരെ ബോധവൽക്കരണം അല്ലാതെ പിന്നെ എന്താണ് മാർഗം? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഞായറാഴ്ച രാവിലെ നീ ഇവിടുന്ന് പോവില്ല. അതെന്താന്ന്? ഞായറാഴ്ച ഒരു അവധി ദിവസമല്ലേ? അന്ന് രാവിലെ നീ ആ പരിപാടിക്ക് പോയാൽ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? അയ്യോ സമ്മതിക്കില്ല. മോഹനയുടെ കൂടെ എന്റെ കൂടെ സ്കൂളിലേക്കൊക്കെ പോരെ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാവില്ല, നീ പോണ്ട, അത്ര തന്നെ. പങ്കജാക്ഷ സാറിനോട് ഞാൻ വാക്ക് പറഞ്ഞ് മോഹനയുടെ തന്നെ കേട്ടതല്ലേ? ഇനി ഞാൻ ചെല്ലാതിരുന്ന എന്താവും അവസ്ഥ? ഒന്നും ആവില്ല. നീ എന്തെങ്കിലും ഒരു കാരണം പറയാൻ ചെല്ലായിരുന്നാ മതി. നീ ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത ഒരു പ്രശ്നമുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്ക്. മോഹനയുടെ സൂക്കടം തന്നെ എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് മോഹനേട്ടനെ ഒന്ന് ക്ഷണിക്കാതെ അവരെന്നെ ക്ഷണിച്ചു. അത് മോഹനേട്ടൻ അങ്ങ് സുഖിക്കുന്നില്ല, അതല്ലേ കാര്യം? അതൊന്നും അല്ല. പിന്നെന്താണ്? പിന്നൊന്നുമില്ല. പക്ഷേ ഞായറാഴ്ച രാവിലെ നീ പോവില്ല. സാറേ കുറ്റം വിളിക്കുന്നുണ്ട്, എന്താണെന്ന് പോയി ചോദിക്കേ. അപ്പോഴേക്കും ഞാൻ ഷർട്ട് മുടി തേച്ച് വെക്കാം. ഞായറാഴ്ച രാവിലെ നീ പോവില്ല. പിന്നെ നമസ്കാരമുണ്ട് സാറേ. ചന്ദ്രകുട്ടി ചേട്ടൻ സാറിന്റെ കൈ തരാൻ വേണ്ടി തന്നതാ. പുള്ളിക്ക് 9 മണി കഴിയുമ്പോൾ കൊച്ചിക്ക് പോകണം, അതുകൊണ്ട് ആഫീസിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല. ഞാൻ ഇത് ആഫീസിൽ കൊണ്ടുതരണമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് അച്ഛൻ്റെ ഒരു ബന്ധുവിന് ഓട്ടോ ഇടിച്ച് ആശുപത്രിയിലായി നിറഞ്ഞത്. ആ പുള്ളിക്കാരനെ കൂടെ ഒന്ന് പോയി കാണണം. എപ്പോഴാ ഉത്തമം പോകുന്നത്? ഒരു 9 മണിയാകുമ്പോൾ പോകണം. അതിനു മുമ്പേ ചെന്ന് കഴിഞ്ഞാൽ ആശുപത്രിക്കാരെ കയറ്റി ഇവിടെ ഇല്ല. അപ്പോ 9 മണി വരെ ഉത്തമന്റെ സമയമുണ്ട്. എന്താ സാറ്? എനിക്ക് ഉത്തമന്റെ ഒരു സഹായം വേണം. സാറ് പറ, ഞാൻ ചെയ്യാം. മുമ്പ് ഇവിടെ ഡെപ്യൂട്ടി തഹസിൽദാർ സിദ്ധാർത്ഥ സാറിന് അറിയാമോ? പിന്നെ സിദ്ധാർത്ഥ സാറിന് ഇവിടെ താമസിക്കാൻ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തത് ഞാനല്ലേ? സിദ്ധാർത്ഥ സാർ ഇപ്പൊ പാലക്കാട് ഡെപ്യൂട്ടി കളക്ടറാ. എന്തോ അത്യാവശ്യ കാര്യത്തിന് പുള്ളിക്കാരി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്നാണ്? ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. ഞാനും സാറും തമ്മിൽ ഭയങ്കര അടുപ്പമാണല്ലോ. അതുകൊണ്ട് സാറിന് ഇവിടെ വരുമ്പോ എന്നൊന്ന് കാണണമെന്ന്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ വന്നിട്ട് ഉച്ചയ്ക്ക് മുമ്പ് പോകുന്നു. എന്തെങ്കിലും വാങ്ങാനുണ്ടോ സാറേ? അതൊന്നും അല്ല പ്രശ്നം. സിദ്ധാർത്ഥൻ സാർ വിളിച്ചതിന് തൊട്ടു പിറകെ ഹൈസ്കൂളിലെ പങ്കജാക്ഷ സാർ ഇവിടെ ഭാമയെ കാണാൻ വന്നിരുന്നു. സ്കൂളിൽ എന്തോ ലഹരി വിരുദ്ധ പരിപാടി നടക്കുന്നുണ്ടെന്ന്. അതിന് പ്രസംഗിക്കാൻ അവളെ വിളിക്കാൻ വന്നതാ. അതും എന്നാ കൃത്യം ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ. ഭാമ ചെല്ലാൻ നിൽക്കുകയും ചെയ്തു. സിദ്ധാർത്ഥ സാർ വരുമ്പോ ഭാമ ഇവിടെ ഇല്ലെങ്കിൽ നാണക്കേടല്ലേ? ഇത്രയും നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് ഭാമ ഇവിടെ ഇല്ലെങ്കിൽ മോശമല്ലേ? അതും ഞായറാഴ്ച. ഒരു കാര്യം ചെയ്യ്, സാറ് വക്കീലിന്റെ കാര്യം പറ. അത് പറയാൻ പറ്റുന്നതിന് മുമ്പ് അവള് പങ്കജാക്ഷ സാറിന് പരിപാടിക്ക് വാക്ക് കൊടുത്തോയില്ലേ? അത് സാരല്ല സാറേ, ഇനി പറഞ്ഞാലും മതിയല്ല. അത് ശരിയാവില്ല. അതൊന്നും പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. ഭാമയുടെ സ്വഭാവത്തോന്ന് അറിയാലോ. അവക്ക് ഗുണമുള്ള ഒരു കാര്യം കൂടി ആയതുകൊണ്ട് അവൾ അതിൽ നിന്ന് മാറില്ല. സ്കൂളിലെ യോഗത്തിന് പോയാൽ അവർക്ക് വലിയ ആളാവല്ലോ. സിദ്ധാർത്ഥൻ സാർ എന്റെ പരിചയക്കാരാണല്ലോ, അത് അവക്ക് വലിയ കാര്യമല്ലല്ലോ. സിദ്ധാർത്ഥൻ സാർ വരുന്ന കാര്യം ഞാൻ ഇതുവരെ അവളോട് പറഞ്ഞതുമില്ല. പറഞ്ഞാൽ ആ നിമിഷം അവൾ പറയും എനിക്ക് സ്കൂളിലെ പരിപാടിക്ക് പോയാൽ പറ്റുമെന്ന്. എന്നെ എങ്ങനെയെങ്കിലും കളിയാക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയ അവള് വിടുവോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും സാറേ? ഒരു വഴി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ. നമസ്കാരം വക്കീലേ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഈ സാറിന് ഈ കവർ കൊടുക്കാൻ വേണ്ടി വന്നത്. ഞാൻ ഉത്തമനെ വിളിക്കാതിരിക്കായിരുന്നു. എനിക്ക് ഉത്തമന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്ത്? എന്താണ്? അതായത് ഉത്തമൻ സമയം കിട്ടുമ്പോ സദാനന്ദ സാറിന്റെ ഓഫീസ് വരെ ഒന്ന് പോണം. സാർ ഒരു ഫയല് തരും, അത് വാങ്ങി സമയം പോലെ ഇവിടെ കൊണ്ടുവന്ന് തരണം. സദാനന്ദ സാർ എപ്പോഴാണ് ഓഫീസ് കാണുന്നത്? സാറില്ലെങ്കിലും കുഴപ്പമില്ല, ഓഫീസിൽ ആരെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞേച്ചാന്ന് പറഞ്ഞാ മതി. ശരി ശരി ശരി, ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അത് പോയി വാങ്ങിച്ചോളാം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. ശരി. എന്ത് സാറേ പറഞ്ഞു വന്നത്? എന്ത്? എനിക്ക് ഉത്തമം വേറെ സഹായം ചെയ്യണം. എന്ത് സഹായം എന്ന് വെച്ചാൽ പറ.
ഇത് ഞാൻ പറഞ്ഞതാണെന്നോ ഇത് എന്റെ ബുദ്ധിയാണെന്നോ ഒരിക്കലും ഭാമ അറിയരുത്. ഇല്ല ഇല്ല സാർ പറ. ഹലോ, അതെ, ആ ഉണ്ട്, ഞാൻ കൊടുക്കാം. മോനേട്ടാ, ഒരു മിനിറ്റ്, മോഹനേട്ടൻ അപ്പുറത്ത് എവിടെയാണെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കാം. ആ മോനേട്ടാ. ഉത്തമ, പങ്കജാക്ഷ സാറ് പറഞ്ഞ യോഗത്തിന് അവൾ പോകാതിരിക്കണം. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ അതിനേക്കാൾ നല്ലൊരു കാരണം നമ്മൾ കണ്ടുപിടിക്കണം. എന്താണ് സാറിന്റെ മനസ്സിൽ? എന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ബുദ്ധി തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ഉത്തമനോട് ചോദിച്ചത്. ഇതുവരെ മനസ്സിലായില്ലേ? എന്തെങ്കിലും ഗുണമുള്ള കാരണമാണെങ്കിൽ അവൾ യോഗത്തിന് പോയില്ല. സാറേ, ഞാൻ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ വക്കീലിന് സംശയം തോന്നുന്നു. ആരെങ്കിലും കൊണ്ടൊരു നാടകം കളിപ്പിക്കേ വഴിയുള്ളൂ. പക്ഷെ വക്കീല് പോണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം. അതൊന്നും എനിക്കറിയില്ല. ഈ പ്രശ്നം ഉത്തമൻ തീർത്തു തന്നേ പറ്റൂ. ഈ യോഗ എപ്പോഴാണ് നടക്കുന്നത് സാറേ? രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. അത്രയും സമയം തന്നെയാണ് ഇവിടെയും പ്രശ്നം. ശരി ശരി, സാറത് എനിക്ക് വിട്ടേക്ക്. സാറത് എനിക്ക് വിട്ടേക്ക്, ഞാൻ ശരിയാക്കി തരാം. ഉറപ്പാണല്ലോ? സാറേ, ഉത്തമനൊരു കാര്യമേറ്റ ഏറ്റതാണ്. ഉത്തമനൊരു കാര്യമേറ്റ ഏറ്റതാണ്. സാർ എനിക്ക് വിട്ടു തന്നേക്ക്. ഹലോ, ആ ഇപ്പൊ വരുവേ. മോനേട്ടാ, എന്താ മോനേട്ടാ, ഇതെവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കാ? ഞാൻ വെറുതെ നിൽക്കായിരുന്നു. ആ, ഇതാ ഫോൺ. ആരാ? ഞാൻ ചോദിച്ചില്ല. ഹലോ, അതെ. എന്തോ വൻ തട്ടിപ്പിനുള്ള പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോകാതിരിക്കുന്ന ഒറ്റ ലക്ഷ്യമാണ് വില്യാപ്സർക്ക്. ശരിയെ കൊടുക്കാം. ഒരു ചായ കിട്ടിയില്ല. ആ ഇപ്പൊ തരാം മോനേട്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭാമേ? എന്താ മോനേട്ടാ? നമുക്ക് ഒരേ സമയം 2 സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്നു എന്ന് കരുതുക. ഒരേ സമയം എങ്ങനെ 2 സ്ഥലത്ത് പോകുന്നേ? പോകാൻ പറ്റില്ല. ആ, പക്ഷെ അങ്ങനെ പോകേണ്ടി വന്നാൽ അങ്ങനെ പോകേണ്ടി വന്നതിലൂടെ പോകും. മോനേട്ട എവിടെ പോണ്ടത്? എനിക്കല്ല, വേറൊരാൾക്ക്. അതാർക്കാ? ആരെങ്കിലും ആവട്ടെ. ഇപ്പൊ എന്റെ കാര്യം എടുക്കാം. ഞാൻ രാവിലെ വില്ലേജ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത് 2 പേർ തമ്മിൽ വഴക്ക് നടക്കുകയാണ്, ഞാൻ അവിടെ ചെന്ന് മധ്യസ്ഥത പറയണമെന്ന്. ഞാൻ എവിടെ പോകും? ആഫീസിലോ മധ്യസ്ഥത പറയാനോ? ഓഫീസില്. എന്തുകൊണ്ട്? ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ തൊഴിലല്ലേ? ആ തൊഴിൽ മാറ്റിവെച്ച് വേറെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മണ്ടത്തരമല്ലേ? പിന്നെ അല്ലാതെ. ആ, അപ്പൊ നിനക്ക് വിവരമുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ. മോനേട്ടാ, എനിക്ക് മോഹനേട്ടൻ വിചാരിച്ചതിനേക്കാട്ടിലും കൂടുതൽ വിവരമുണ്ടെന്ന് മോഹനേട്ടൻ അറിയാൻ പോകുന്നേ ഉള്ളൂ. നമസ്കാരം. ഞാൻ സത്യഭാമ വക്കീലിനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? കേസ് വല്ലതാണോ? അതെ. വക്കീല് കോടതിയിൽ പോയിരിക്കുക. എപ്പോഴാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ കാര്യം എന്താണെന്ന് ഞങ്ങളോട് പറയണം, അതല്ല സത്യഭാമ വക്കീലിനോട് തന്നെ പറയണമെങ്കിൽ 1 മണിയാകുമ്പോ വന്നാ മതി. ഓ, ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം. ശരി. വിദ്യാലക്ഷ്മി, നമ്മളെ കണ്ടാൽ ശരിക്കുള്ള വക്കീലാണെന്ന് തോന്നില്ലേ? അതെന്താ അങ്ങനൊരു ചോദ്യം? അല്ല, വക്കീലിനെ കാണാൻ ഒരാൾ വരുന്നു. ഒരു കേസാണ് കാര്യം. ഇവിടെ 3 വക്കീലന്മാരുണ്ടെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. 3 പേരുടെ പേരിന്റെ കൂടെയുള്ളത് LLB. എന്നിട്ടും എല്ലാവർക്കും സത്യഭാമ വക്കീലിനെ മതി. അതെന്തായിരിക്കും കാര്യം? അതെന്താ കാര്യമെന്ന് ചോദിച്ചാ ഉത്തരം നിസ്സാരാ. എന്താ? വരുന്ന ആളുകളൊക്കെ ഓരോ കേസുമായിട്ടാണല്ലോ വരുന്നത്. ആ അതെ, അവർക്കൊക്കെ അവരുടെ കേസ് ജയിക്കണമെന്ന് നിർബന്ധം ഉണ്ടാവും. അതുകൊണ്ട് അവര് സത്യഭാമ കേസ് ഏൽപ്പിക്കുന്നു. ആക്കിയതാണോ? ഏയ്,
അങ്ങനെ തോന്നിയോ? ചെറുതായിട്ട്. നമസ്കാരം. നമസ്കാരം. ഞാനൊരു ഭയങ്കര കേസുമായിട്ടാ വന്നത്. ഭയങ്കര കേസ് എന്ന് പറഞ്ഞാ? എന്റെ പേര് സോമൻകുട്ടി. അതാണോ ഭയങ്കര കേസ്? അല്ലല്ല, ഞാനൊരു കാര്യസ്ഥനാ. ആരുടെ കാര്യസ്ഥൻ? ആന്റപ്പം മുതലാളിയുടെ. ആരാ ഈ ആന്റപ്പം മുതലാളി? അയ്യോ, ആന്റപ്പം മുതലാളിയെ കുറിച്ച് കേൾക്കാത്ത ആരാ ഈ നാട്ടിലുള്ളത്? ഞാൻ കേട്ടിട്ടില്ല. മുതലാളി ഇപ്പൊ ഇവിടെ ഇല്ല, അങ്ങ് ജർമ്മനിയില്ല. അതാ കേൾക്കാത്തത്. ചേട്ടൻ വന്ന കാര്യം പറയൂ. ആന്റപ്പം മുതലാളിക്ക് ഇവിടെ കുറെ ബിസിനസ്സുകളുണ്ട്. റിയൽ എസ്റ്റേറ്റ്, പ്ലാന്റേഷൻ, അങ്ങനെ പലതും. അതിന്റെയൊക്കെ ഭാഗമായി കുറെ കേസുകളുണ്ട്. ഹൈക്കോർട്ടിലെ ഒരു വക്കീല ഇത്രയും കാലം ആ കേസുകളൊക്കെ വാദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ വക്കീൽ ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയി. താമസം അങ്ങ് ഡൽഹിയില. ഇവിടെ ഒരു പുതിയ വക്കീലിനെ വെക്കാൻ ആലോചിച്ചപ്പോ പഴയ വക്കീൽ അയാൾക്ക് പരിചയമുള്ള കുറെ വക്കീലന്മാരുടെ പേരുകൾ പറഞ്ഞു. പക്ഷേ എന്റെ മുതലാളി ഒരു പ്രത്യേക ടൈപ്പാ. ആരെങ്കിലും ഒരു ജോലി ഏൽപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു അന്വേഷണം നടത്തും. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോ ഇവിടെ ഒരു വക്കീലുണ്ട്, പേര് സത്യഭാമ എന്ന് ആരോ പറഞ്ഞു. അപ്പൊ ഒന്നും കൂടി അന്വേഷിച്ചു. അങ്ങനെ ആ വക്കീലിനെ നിയമിക്കാൻ തീരുമാനിച്ചു. ഞാനാണ് സത്യഭാമ. എന്താണ് പ്രശ്നം? കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറയണോ? മുഴുവൻ പറയണമെന്നില്ല, ചുരുക്കി പറഞ്ഞാൽ മതി. അതായത് ഞാനൊരു ഭയങ്കര കേസുമായിട്ടാ വന്നിരിക്കും. മുഴുവൻ പറയണ്ട. സത്യഭാമേ, ജർമ്മനിയിലുള്ള ഒരു ആന്റപ്പൻ എന്ന ആളുടെ കാര്യസ്ഥനാ ഇയാള്. സോമൻകുട്ടി. ആ ആന്റപ്പന് ഇവിടെ കുറെ ബിസിനസ്സുകളുണ്ട്. ആ കൂട്ടത്തിൽ കുറെ കേസും. ഇതുവരെ കേസ് നോക്കിയ വക്കീല് ഡൽഹിയിലേക്ക് മാറിയത് കൊണ്ട് പുതിയ വക്കീല് വേണം. സത്യഭാമയുടെ പേരാരോ പറഞ്ഞു കൊടുത്തു, അതനുസരിച്ച് വന്നതാ. ആരാ എന്റെ പേര് പറഞ്ഞത്? അതെനിക്കറിയില്ല, മുതലാളിയോട് ചോദിക്കണം. മുതലാളി വരുന്നുണ്ട് ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ എത്തും. 10 മണി മുതലാളി ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് മുതലാളി കണ്ട കാര്യം നടക്കും. ആരുടെ കാര്യം നടക്കുന്നത്? ആ വക്കീലിന്റെ കാര്യം. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുന്നേ പറ്റില്ല. ഇല്ല 10 മണിക്ക് മുതലാളി ഇല്ലല്ലോ. ഉച്ചയ്ക്ക് 2 കഴിഞ്ഞാലും പറ്റില്ല. ഇല്ല, 2 മണി കഴിഞ്ഞ് മുതലാളി ഇല്ലല്ലോ. ആ നേരത്തെ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? അങ്ങനെ പറയരുത്. മുതലാളി വരുന്ന ജർമ്മനിന്നാ. ജർമ്മനിന്നല്ല, ചന്ദ്രനിന്നാണെങ്കിലും ഞായറാഴ്ച എനിക്ക് നേരമില്ല. വേഷം കിട്ടിച്ച് വിട്ടവരുടെ അടുത്തുനിന്ന് പോയി പറഞ്ഞേക്ക്, ഇമാതിരി അടവൊന്നും സത്യഭാമയുടെ അടുത്ത് വില പോവില്ലെന്ന്. നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറഞ്ഞെന്താ മനസ്സിലായില്ലേ? ഇനി ഇവിടെ നിന്ന് വേഷം കെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം നിങ്ങൾ കാണും. നിങ്ങളുടെ വർത്തമാനം കേട്ടതൊന്നും ഈ നാട്ടിൽ വേറെ വക്കീലന്മാരില്ലെന്ന്. കേരളത്തിൽ കാക്കകളേക്കാൾ കൂടുതലാ വക്കീലന്മാര്. ഒന്നും ഞാണ്ടിരിക്കുന്ന ഒരു വെളുത്ത കാക്ക. ഭാമ എന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ വിദ്യേ, ഇതൊക്കെ വെറും നാടൻകളിയാ. ആന്റപ്പൻ എന്ന പേരുള്ള ഒരു മുതലാളിയില്ല, അയാൾക്കൊരു കേസുമില്ല. എന്നെ പറ്റിക്കാൻ വന്നൊരു മുതലാ അത്. ഇങ്ങനെ പറഞ്ഞു വിട്ടയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മോഹനേട്ടൻ വരാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കായിരുന്നു. സുഖമൊക്കെ ആണല്ലോ അല്ലേ? എന്താ പതിവില്ല അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഒരുപാട് വെയിലൊക്കെയുള്ള സമയമല്ലേ? ഈ വെയിലത്ത് ഇവിടം വരെ നടന്നു വരുമ്പോഴേക്ക് ശരിക്കും ക്ഷീണിക്കുമല്ലോ. ഞാനിങ്ങനെ വെയിലത്ത് നടക്കാൻ തുടങ്ങിയിട്ട് വർഷാത്രയായി, ഇതുവരെ ക്ഷണിച്ചിട്ടില്ലല്ലോ. എല്ലാ ദിവസം പോലെ അല്ലല്ലോ മോനട്ടെ ഇന്ന്. വരുന്ന വഴിക്ക് ഉത്തമനെ കണ്ട? ഇല്ല. ഉത്തമൻ ഓഫീസിലേക്ക് ഫോൺ ചെയ്തോ? എന്തിന്? അല്ല, കാര്യമുണ്ടല്ലോ. എന്ത് കാര്യം? ഒരു കാര്യമില്ല. സോമൻകുട്ടി വിളിച്ചിരുന്നോ? സോമൻകുട്ടിയോ? സോമൻകുട്ടി? അയ്യോ, നിഷ്കളങ്കൻ ഒന്നും അറിയാൻ മേല. മോഹനേട്ടന്റെ സകലയാണോ ഇന്നത്തോടെ പാളി.
രാവിലെ പങ്കജാക്ഷ സാർ എന്നെ സ്കൂളിലെ പരിപാടിക്ക് വിളിക്കാൻ വന്നപ്പോ മുതല് എന്നെ അതിന് വിടാതിരിക്കാനായിട്ട് മോഹനേട്ടൻ ഒരുപാട് വേഷക്കെട്ട് ഇറക്കിയതാണ്. ഉത്തമം വന്നപ്പോ വരാന്തേ വെച്ച് ഉത്തമനുമായിട്ട് കുറെ ഗൂഢാലോചന. അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മറ്റിടത്തേക്ക് വാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഉത്തമം പോയി കഴിഞ്ഞപ്പോ പുറകുവശത്തെ മുറ്റത്ത് നിന്ന് സംസാരിച്ചല്ല ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്. ആ എങ്ങനെങ്കിലും ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ച വരെ എനിക്ക് വേറെ തിരക്കുണ്ടാക്കണമെന്നും അതിനെ പറ്റി ഒരാളെ വക്കീൽ ഓഫീസിലേക്ക് പറഞ്ഞു വിടണമെന്നും മോഹനേട്ടൻ പറഞ്ഞത് ഞാൻ നല്ല വ്യക്തമായിട്ട് കേട്ടതാണ്. അതുകൊണ്ട് ഞായറാഴ്ച രാവിലത്തെ കേസുമായിട്ട് സോമുകുട്ടി വന്നപ്പോ എനിക്ക് ഒരു സംശയവും ഉണ്ടായില്ല. പറയൂ, എന്തായിരുന്നു മോഹനേട്ടന്റെ ഉദ്ദേശം? ഞാൻ സ്കൂളിലെ പരിപാടിക്ക് പോയിട്ട് മോഹനേട്ടൻ എന്താണ് ദോഷം ഉണ്ടാവുന്നത്? രാവിലെ പഴയ ഡെപ്യൂട്ടി തഹസിൽദാർ സിദ്ധാർത്ഥ സാർ വിളിച്ചിരുന്നു. ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നു പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് നിന്നെ കാണാൻ പങ്കജാക്ഷ സാർ ഇങ്ങോട്ട് വന്നത്. നീ ഏത് കയറിയേക്കുകയും ചെയ്തു. നീ സ്കൂളിലെ പരിപാടിക്ക് പോയാൽ സിദ്ധാർത്ഥ സാർ വരുമ്പോൾ എനിക്കത് നാണക്കേടാകുമല്ലോ എന്ന് ഓർത്താണ് ഉത്തമനോട് ഞാൻ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്ത്? പുറകുവശത്തെ മുറ്റത്ത് നിന്ന് ഞാൻ ഉത്തമനോട് സംസാരിച്ചു എന്നുള്ളത് നേരാ. അന്നേരമാണല്ലോ ഒരു ഫോൺ വന്നു എന്ന് പറഞ്ഞ് നീ എന്നെ വിളിച്ചത്. അതെ. ഞാൻ വന്ന് ഫോൺ എടുത്തപ്പോ വീണ്ടും സിദ്ധാർത്ഥൻ സാറായിരുന്നു. ഞായറാഴ്ച സാറിന് രാവിലെ കളക്ടറേറ്റിൽ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. കളക്ടറേറ്റിൽ പോകണോ ഇങ്ങോട്ട് വരണമോ എന്ന് ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറേ ജോലിയാണ് പ്രധാനം, സാർ കളക്ടറേറ്റ് പൊയ്ക്കോ എന്ന്. അപ്പൊ തന്നെ ഉത്തമനെ വിളിച്ച് സിദ്ധാർത്ഥൻ സാർ വരുന്നില്ല, അതുകൊണ്ട് പരിപാടിയെല്ലാം മറന്നേക്കൂ എന്നും പറഞ്ഞു. അടുക്കളയിൽ വന്ന് ഞാൻ നിന്നോടും ചോദിച്ചില്ലേ ജോലിയാണോ മറ്റു കാര്യങ്ങളാണോ പ്രധാനമെന്ന്? അപ്പൊ നീയും പറഞ്ഞു ജോലി തന്നെയാണ് പ്രധാനമെന്ന്. അത് അവിടെ തീർന്നു. പിന്നെ ഏത് സമയം കൊണ്ടേ ഭാമ നിന്നെ കാണാൻ വന്നത്? ഒരു കളി തോറ്റു കഴിയുമ്പോ കിടന്ന് ഉരുളരുത്. എനിക്കറിയാം ആ പറഞ്ഞു വിട്ടത് ഉത്തമം പറഞ്ഞു വിട്ട ആളാണെന്ന്. എന്റെ അടുത്ത് കളിക്കരുത്. ആ ഹലോ, ഞാനാ സത്യപാലൻ. ആ പറ സത്യപാലൻ. രാവിലെ സത്യഭാമയെ കാണാൻ ഒരാൾ വന്നില്ലേ, ഒരു സോമൻകുട്ടി. അയാള് ഒറിജിനൽ ആയിരുന്നു. അതേന്ന് സത്യഭാമ അയാളെ ഇറക്കി വിട്ടിട്ട് അയാള് നേരെ പോയതേ വിശ്വനാഥൻ വക്കീലിനടുത്താ. വിശ്വനാഥൻ വക്കീല് ഞായറാഴ്ച ആനപ്പനെ കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. മോനേട്ടൻ പറഞ്ഞു വിട്ട ആളാണെന്ന് കരുതിയില്ല ഞാൻ അയാളെ ഓടിച്ചു വിട്ടത്. അത് ശരിക്കുള്ള കേസായിരുന്നു. ആഫീസിൽ വന്നയാളെ ഞാൻ വെറുതെ പറഞ്ഞു വിട്ടു. ഇതാ ഭാമ ഞാൻ പറയുന്നത്, ഭർത്താവ് വേറൊരാളോട് സംസാരിക്കുന്നത് ഒളിച്ചെന്ന് കേൾക്കരുതെന്ന്. ഒളിച്ചത് കണ്ടല്ലേ പ്രശ്നമായത്? എന്തു പറയുന്നു? ഓ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു കേസ് പോയാൽ വേറൊന്ന് വരും. എനിക്കതിലും പ്രധാനം ആ സ്കൂളിലെ ക്യാമ്പാണ്. എനിക്കെന്തായാലും അവിടെ പോയാലേ പറ്റുള്ളൂ. പൊളിക്കും പൊളിക്കും പൊളിക്കും. എന്ത് മുന്തിരി ഇതിനാണോ പറയുന്നത് കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന്? ഇനി എന്നെ ഒന്നും പറയാൻ പാടില്ലോ. കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണല്ലോ പ്രമാണം. ആൻഡപ്പൻ കൊണ്ടുവന്ന കേസിനേക്കാൾ നല്ലത് സ്കൂളിലെ ലഹരി വിരുദ്ധ ക്യാമ്പിൽ പങ്കെടുക്കുന്നതാണ് എന്ന ആശ്വാസത്തിൽ വക്കീൽ കഴിയട്ടെ എന്ന് ആശംസിക്കാം. ഒളിഞ്ഞു കേൾക്കുന്നതെല്ലാം സത്യമാവണമെന്നില്ല എന്ന് മാത്രം പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.